ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചോറിനും കഞ്ഞിക്കും ബിരിയാണിക്കും മറ്റുമൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കിതിനകത്തേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തേക്കുവാണ്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് ക്രിസ്പിയായി വരുമൊന്നും വേണ്ട, എന്നാലും ഒന്നങ്ങ് വഴണ്ടു വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികൾ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇതുപോലെ ഇളക്കി എടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2.5 കപ്പ് മാങ്ങയുണ്ട് അരിഞ്ഞത്. അപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഏകദേശം. പക്ഷേ മാങ്ങയുടേതാകുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്കകത്ത് ഈ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് വിനാഗിരിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട. ഇത് പുളി അല്പം കുറവുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് വിനാഗിരിയും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഇതിനകത്ത് കിടന്നിട്ട്. ഒരുപാട് വെന്ത് അലിഞ്ഞു പോകുന്നു വേണ്ട, എന്നാലും ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്നത് പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇത് ഉലുവ, കടുക്, കായം, ഇത് മൂന്നൂടെ ഒരേ അളവിലെടുത്തിട്ട് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഈ പൊടി ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉലുവയുടെയും കടുകിൻ്റെയും കായത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പം നമ്മുടെ ഈ ഒരു അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതിനകത്തേക്ക് അച്ചാർ പൊടി ചേർക്കുന്നില്ല, പകരം ഇതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് മധുരമാങ്ങ അച്ചാറാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ശർക്കര എടുത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുത്തേക്കുവാണിത്. ഇനി ഇത് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ശർക്കരക്കകത്ത് എന്തെങ്കിലും കല്ലോ മറ്റോ അഴുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ശർക്കരയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം ഇനി ഈ മാങ്ങ കഷ്ണങ്ങളിൽ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ അച്ചാർ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നോട്ടെ. അതുവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. നേരത്തെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനിയുടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം മാങ്ങയൊക്കെ വെന്ത് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയ ഒരു പരുവത്തിലുള്ള അച്ചാറായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. തണുക്കുന്ന സമയത്ത് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ആവശ്യമാണെങ്കിൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക.